കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നിരവധി അട്ടിമറി ശ്രമങ്ങളെ അതിജീവിച്ചാണ് പാലത്തായി കേസിൽ ഇപ്പോൾ ഇരയ്ക്ക് നീതി കിട്ടിയിരിക്കുന്നത്. BJP തൃപ്പങ്ങാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ പത്മരാജനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പല സമയങ്ങളിലും പോലീസ് സ്വീകരിച്ചത്. BJP നേതാവായ പ്രതിയെ പോലീസ് പല ഘട്ടങ്ങളിലും രക്ഷിക്കാൻ ശ്രമിച്ചു. SHO മുതൽ ക്രൈംബ്രാഞ്ച് IG വരെ പ്രതിയെ രക്ഷിക്കാൻ ഇടപെട്ടു എന്നാണ് ആരോപണങ്ങൾ. പത്മരാജൻ പീഡിപ്പിച്ചതായ പെൺകുട്ടി ചൈൽഡ് ലൈനിൽ മൊഴി നൽകിയത് 2020 മാർച്ച് 17-നാണ്. എന്നാൽ പീഡനത്തിന്റെ തീയതി ഓർമ്മയില്ലെന്ന പെൺകുട്ടി പറഞ്ഞതോടെ കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ പോലീസിൽ ഒരു വിഭാഗം ആളുകൾ ആരംഭിച്ചിരുന്നു. പോലീസിലെ സംഘപരിവാർ സ്വാധീനമാണ് പിന്നീട് കണ്ടത്. FIR രജിസ്റ്റർ ചെയ്ത പാനൂർ SHO TP ശ്രീജിത്താണ് പ്രതിക്ക് അനുകൂലമായി ആദ്യം ഇടപെടൽ നടത്തിയത് എന്നാണ് പറയുന്നത്. പ്രതി പത്മരാജൻ സ്കൂളിൽ ലീവായിരുന്ന ദിവസം പീഡനത്തിന്റെ തീയതിയാക്കി FIR-ൽ രേഖപ്പെടുത്തി. പോലീസ് പറഞ്ഞ തീയതിയാണ് പിന്നീട് പെൺകുട്ടി കൗൺസിലർമാരോടും ഡോക്ടറോടും നൽകിയ മൊഴിയിൽ ഉള്ളത്. പെൺകുട്ടിയുടെ രഹസ്യമൊഴി കേസന്വേഷണത്തിന് അന്ന് മേൽനോട്ടം വഹിച്ച ക്രൈംബ്രാഞ്ച് IG S ശ്രീജിത്ത് വെളിപ്പെടുത്തിയതും വലിയ വിവാദമായി മാറിയിരുന്നു. S ശ്രീജിത്തിന്റെ ഫോൺ സന്ദേശം സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു. ഈ കേസിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് വിളിച്ച ആളോട് നിങ്ങൾ കേസിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാണ് ശ്രീജിത്ത് സംസാരിച്ചു തുടങ്ങുന്നത്. രഹസ്യമൊഴിയിൽ പറഞ്ഞ തീയതി പരാമർശിച്ച് സംഭവം നടക്കുമ്പോൾ പത്മരാജൻ നാട്ടിലില്ലെന്ന് ശ്രീജിത്ത് ന്യായീകരിക്കാനും ശ്രമിക്കുന്നുണ്ട്. 2020 ഒക്ടോബർ 20-നാണ് പാലത്തായി പീഡനക്കേസിൽ പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല വഹിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹർജിയിലാണ് ആ ഉത്തരവുണ്ടായത്. പഴയ അന്വേഷണ സംഘത്തിലെ ആരും പുതിയ അന്വേഷണ സംഘത്തിൽ വേണ്ടെന്നും കോടതി പറഞ്ഞു. പ്രതിക്കെതിരെ പോക്സോ ചുമത്തി ക്രൈംബ്രാഞ്ച് DYSP TK രത്നാകരനാണ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത്. കേരള രാഷ്ട്രീയത്തിലേറെ വിവാദമായ പാലത്തായി പീഡനക്കേസിൽ പ്രതിയായ BJP നേതാവും അധ്യാപകനുമായ കെ പത്മരാജനെ ആജീവനാന്തം ജയിൽ ശിക്ഷയാണ് ഒടുവിൽ കോടതി വിധിച്ചിരിക്കുന്നത്. 10 വയസ്സുള്ള വിദ്യാർത്ഥിനിയെ ശുചിമുറിയിൽ വെച്ച് പലതവണ പീഡിപ്പിച്ചെന്നാണ് കേസ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെച്ചൊരു കേസ് കൂടിയായിരുന്നു പാലത്തായി കേസ്. 2020-ൽ ആരംഭിച്ച് 5 വർഷങ്ങൾക്ക് ശേഷമാണ് കോടതി ശിക്ഷ വിധിക്കുന്നത്. സ്കൂൾ ടോയ്ലറ്റിലും പെൺകുട്ടിയെ കൊണ്ടുപോയി ഒരു വീട്ടിലും നടന്ന പീഡനങ്ങൾക്ക് സാക്ഷികളും മെഡിക്കൽ തെളിവുകളും കണ്ടെത്തിയത് വളരെ നിർണായകമായി മാറി. പ്രതി തൃപ്പാങ്ങോട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ്, സംഘപരിവാർ അനുബന്ധ സംഘടനയായ നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ നേതാവ് എന്നീ നിലകളിലും അറിയപ്പെട്ടിരുന്നതിനാൽ ഈ കേസ് ഏറെ വിവാദമായി മാറുകയും ചെയ്തിരുന്നു. കേസിന്റെ തുടക്കത്തിൽ തന്നെ പോലീസ് പറഞ്ഞത് പരാതി വ്യാജമാണ് എന്നാണ്. പിന്നീട് നടന്ന സമര പരമ്പരകളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് പ്രതി അറസ്റ്റിലാകുന്നതും നിർണായകമായ തെളിവുകൾ കണ്ടെത്തുന്നതും. പോക്സോ ആക്ടിന്റെ ചാർജുകൾ ചുമത്തിയെങ്കിലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് കൈമാറിയ ശേഷം കാര്യങ്ങൾ മാറിമറിഞ്ഞു. 90 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം സമർപ്പിച്ച ചാർജ് ഷീറ്റിൽ പോക്സോ വകുപ്പുകൾ ഒഴിവാക്കി IPC വകുപ്പുകളും ജുവനൈൽ ജസ്റ്റിസ് ആക്ടും മാത്രം ഉൾപ്പെടുത്തി. അതുകൊണ്ട് പ്രതിക്ക് ജാമ്യം കിട്ടാൻ എളുപ്പവുമായി. കേസ് വിവാദമായപ്പോൾ സമര പരമ്പരകൾ തന്നെ അരങ്ങേറി. സ്ത്രീ സംഘടനകളും എഴുത്തുകാരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിനിറങ്ങി. ഈ സമരങ്ങൾ അന്വേഷണ ടീമുകളുടെ മാറ്റത്തിന് കാരണമായി. അതോടെ IG ശ്രീജിത്തിനെ നീക്കി പുതിയ SIT രൂപീകരിച്ചു. ADGP EJ ജയരാജനും DYSP TK രത്നകുമാറും നയിച്ച ടീം പീഡനം സംഭവിച്ച സ്കൂൾ റെസ്റ്റ് റൂമിൽ നിന്ന് രക്തത്തിന്റെ തെളിവുകൾ കണ്ടെത്തി. പോക്സോ ആക്ടിന്റെ സെക്ഷൻ 5, 6 ഉൾപ്പെടെ IPC സെക്ഷൻ 376 എന്നിവ ചുമത്തി. കുട്ടിയുടെ സ്വകാര്യ അവയവങ്ങളിലെ പരിക്കുകളും ചികിത്സാ റിപ്പോർട്ടുകളും പ്രധാന തെളിവുകളായി. വിചാരണക്കൊടുവിൽ നവംബർ 14-ന് ജഡ്ജി MT ജലജാറാണി പത്മരാജനെ കുറ്റക്കാരനാണെന്ന് വിധിച്ചു. എന്നാൽ ഈ കേസിൽ പത്മരാജനെ മാത്രം ശിക്ഷിച്ചാൽ ഇരയായ കുഞ്ഞുമകൾക്ക് പൂർണ്ണമായി നീതി കിട്ടില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായങ്ങൾ. തെളിവ് നശിപ്പിക്കാൻ വേണ്ടി സ്കൂൾ അറ്റൻഡൻസ് രജിസ്റ്റർ തിരുത്തിയ പ്രധാന അധ്യാപകനും ആദ്യഘട്ടത്തിൽ കേസന്വേഷണം അട്ടിമറിച്ച ലോക്കൽ പോലീസും കള്ളമൊഴി എഴുതി പിടിപ്പിച്ച അന്നത്തെ IG ശ്രീജിത്ത് IPS-ഉം പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ച മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും പ്രതിസ്ഥാനത്ത് വരണമെന്നാണ് പലരും പറയുന്നത്. പെൺകുട്ടിയുടെ രഹസ്യമൊഴി കേസന്വേഷണത്തിന് അന്ന് മേൽനോട്ടം വഹിച്ച ക്രൈംബ്രാഞ്ച് IG S ശ്രീജിത്ത് വെളിപ്പെടുത്തിയ സംഭവം ഏറെ വിവാദമായിരുന്നു. S ശ്രീജിത്തിന്റെ ഫോൺ സന്ദേശം സമൂഹ മാധ്യമങ്ങളിലൂടെ അന്ന് പ്രചരിക്കുകയും ചെയ്തു. ഈ കേസ് തേച്ചുമാച്ചു കളയാൻ ശ്രമിച്ച ADGP ശ്രീജിത്ത് IPS-നെതിരെയെങ്കിലും ശിക്ഷ വേണമായിരുന്നു എന്നാണ് പൊതുവെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പരാതികൾ.